റെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചാനലിൽ വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്ന് പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ധാരാളം ലെയറുകളുള്ള നല്ല കരുകരാന്നുള്ള പപ്സ് പെർഫെക്റ്റായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അമൂലിൻ്റെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ബട്ടറിൻ്റെ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ റെസിപ്പിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. ഈ ബട്ടർ ആദ്യം തന്നെ ഒരേ വലിപ്പത്തിലുള്ള 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഓരോ പീസും 25 ഗ്രാം വീതം ഉണ്ടാവും. ആദ്യം ഒരു കഷ്ണം എടുക്കാം, ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ ഒരു പീസ് ബട്ടർ ഒരു ബേക്കിംഗ് പേപ്പറിലേക്ക് വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കണം. ചപ്പാത്തിക്കല കൊണ്ട് അടിച്ച് പരത്തി ഒരു ഷേപ്പ് കൊടുക്കാം. നല്ല തണുപ്പുള്ള ബട്ടറാണിത്. ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള സ്ക്വയറായിട്ടാണ് നമ്മളിത് പരത്തേണ്ടത്. ഈ ബട്ടറും മാവും ഡിവൈഡ് ചെയ്ത് ചെറിയ പോർഷനാക്കി ബട്ടർ അതിലേക്ക് സീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത്. അങ്ങനെ ചെറിയ പോർഷനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ മാവ് പരത്താനും ഫോൾഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ബട്ടർ മെൽറ്റായി പോകുന്ന പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ 3 ഇഞ്ച് വലിപ്പമുള്ള സ്ക്വയർ ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ബട്ടർ കൊണ്ട് സ്ക്വയറുകൾ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ അത് തയ്യാറാകുന്ന അത്രയും സമയം ഇത് ഫ്രീസറിലിരുന്ന് തണുക്കട്ടെ. ഇനി മാവ് ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 115 മില്ലി തണുത്ത വെള്ളം എടുക്കാം. അതായത് അരക്കപ്പിനേക്കാളും 1 ടീസ്പൂൺ കുറവ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ചേർക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം മൈദ, അതായത് 1/4 കിലോ മൈദയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ച് യോജിപ്പിച്ചിട്ട് കൈ ഉപയോഗിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് അധിക സമയം തേച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പൊടിയെല്ലാം ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി. പൊടിയെല്ലാം യോജിച്ച് വരുന്നില്ലെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂണുള്ള 1 ടീസ്പൂൺ വെള്ളം ചേർക്കാം. ഈ മാവിൽ ഒട്ടും വെള്ളം കൂടിപ്പോരുത്. കാരണം നമ്മൾക്ക് ഇതിലേക്ക് ബട്ടർ യോജിപ്പിച്ച് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ബട്ടറിലും വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഈ മാവിലും കൂടുതൽ വെള്ളമായാൽ നമുക്ക് ബട്ടർ ഇതിലേക്ക് യോജിപ്പിക്കാനും ഫോൾഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം ഒരുമിച്ചായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് റഫായിട്ടുള്ള ഒരു മാവായിട്ടാണ് ഇതുള്ളത്. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് സമയം ഇത് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 30 മിനിറ്റ് നേരത്തേക്ക്. അത് നമ്മൾ പുറത്തല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ ഈ മാവിന് ഒരു നല്ല തണുപ്പുണ്ടാവണം. കാരണം മാവിന് തണുപ്പുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് മെൽറ്റായി പോവില്ല. ബട്ടറിൻ്റെ തണുപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കുഴച്ച് നോക്കിയാൽ ആ റഫ്നെസ് ഒക്കെ മാറി മാവ് നല്ല സ്മൂത്തായി വന്നിട്ടുള്ളത് കാണാം. പക്ഷേ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടുതലുമില്ല. ഇനി ഇത് നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ 4 കഷ്ണമായിട്ടാണ് ബട്ടർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു 95 തൊട്ട് 100 ഗ്രാം വീതം വലിപ്പം വരുന്ന വെയിറ്റ് വരുന്ന കഷ്ണങ്ങളായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബോൾ പോലെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഒരു ബോൾ എടുക്കാം. ബാക്കിയുള്ളത് തണുപ്പ് പോകാതെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി ഇതൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കണം. ഇനി സ്മൂത്ത് ആയിട്ടുള്ള വശം അടിയിലേക്ക് പോകത്തക്ക രീതിയിൽ വെച്ചിട്ട് 4 കോർണറിൽ നിന്നും ഇതിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതിന് എളുപ്പത്തിലൊരു സ്ക്വയർ ഷേപ്പാക്കി എടുക്കാൻ നമുക്ക് പറ്റും. ഒരു 5-5.5 ഇഞ്ച് വലിപ്പമുള്ള സ്ക്വയറായിട്ടാണ് ഞാനിപ്പോൾ പരത്തിയിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ആ ബട്ടറിൻ്റെ സ്ക്വയർ വെച്ച് കൊടുക്കാം. ഒരു ബട്ടർ ബ്ലോക്ക് എടുത്തിട്ട് ഇതിന് ഡയഗണലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി ബട്ടർ ഇതിൻ്റെ ഉള്ളിലാക്കി സീൽ ചെയ്യുക. ഇപ്പോൾ ഈ മാവിനും ബട്ടറിനും ഒരു തണുപ്പുണ്ട്. ഇപ്പോൾ തണുപ്പോട് കൂടി തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തുമ്പോൾ ബട്ടർ കൂടുതൽ സ്റ്റിഫായി തോന്നുന്നുണ്ടെങ്കിൽ അല്പസമയത്ത് പുറത്ത് വെച്ചേക്കുക. അപ്പോൾ ബട്ടർ ഒന്ന് സോഫ്റ്റായി വരും. എന്നിട്ടിത് പരത്തിയെടുക്കാം. ഇതുപോലെ ചപ്പാത്തിക്കൂല കൊണ്ട് അമർത്തി ബട്ടർ മാവിൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ആവുന്ന പോലെ പരത്തിയെടുക്കാം. ഒരു നീളത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ പരത്തേണ്ടത്. കഴിയുമെങ്കിൽ ഒരു 8 ഇഞ്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കുക. ഇനി അതിനു മുമ്പ് ബട്ടർ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണെങ്കിൽ ബട്ടർ മെൽറ്റായിട്ട് സൈഡിൽ നിന്നൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ആ പരത്തൽ നിർത്തിയ ശേഷം ഇത് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് ഫോൾഡ് അപ്പോൾ തന്നെ ചെയ്യാം. അതിങ്ങനെ മടക്കി വീണ്ടും ഇങ്ങനെ പിന്നെ ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 ലെയറായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്.
ഇനി തൊട്ടും എയർ കടക്കാത്ത പോലെ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള മാവിൻ്റെ കഷ്ണങ്ങളിലും ബട്ടർ സീൽ ചെയ്ത് പരത്തി ഫോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ഇതൊരു 20 മിനിറ്റ് നേരമാണ് ഫ്രീസറിൽ വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോൾഡിങ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് സെക്കൻഡ് ഫോൾഡിങ് ചെയ്യാം. ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് എടുക്കാം. എന്നിട്ടിത് ചപ്പാത്തിക്കോല കൊണ്ട് അമർത്തി പരത്തിയെടുക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം. കഴിയുന്നത്രയും ക്യുക്കായിട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ കഴിയുന്നതും കൈകൊണ്ട് ടച്ച് ചെയ്യാതിരിക്കുക. കാരണം ഇത് കൂടുതൽ സമയം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിരുന്നാലും അതുപോലെ നമ്മുടെ കൈയുടെ ചൂട് കിട്ടിയാലൊക്കെ ബട്ടർ മെൽറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തിരിച്ചിട്ടിട്ടും പരത്താം. അതുപോലെ വശങ്ങളിൽ നിന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ മാവും ബട്ടറും ഒക്കെ ഒരേപോലെ തന്നെ പരന്ന് കിട്ടും എല്ലാ വശങ്ങളിലും. ഇനി ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 9 ഇഞ്ച് നീളത്തിലും ഒരു 4.5 ഇഞ്ച് വീതിയിലുമാണ് പരത്തിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതിന് 16 ലെയറാണ് ആയിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും കവർ ചെയ്തിട്ട് 20 മിനിറ്റ് നേരത്തേക്ക് ഫ്രീസറിലേക്ക് വെക്കുക. ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേപോലെ തന്നെ പരത്തി ഫോൾഡ് ചെയ്ത് വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഫോൾഡിങ് ചെയ്യാം. ഇതാണ് അവസാനത്തെ ഫോൾഡിങ്. കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് പൊടി വെതിരി കൊടുക്കണം. ഇപ്പോൾ പരത്തുമ്പോൾ ഈ മാവിന് നന്നായിട്ട് കനം കുറഞ്ഞിട്ടുണ്ടാവും മൂന്നാമത്തെ പരത്തലാകുമ്പോഴേക്കും. അപ്പോൾ മാവ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എവിടെയെങ്കിലും മാവ് പൊട്ടുന്നുണ്ടെങ്കിൽ അവിടെ അല്പം പൊടി വെതിരി കൊടുത്തേക്ക്. എന്നിട്ട് ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു 9 ഇഞ്ച് നീളം 4.5 ഇഞ്ച് വീതി ആ ഒരു രീതിയിൽ പരത്തിയെടുക്കാം. ഓരോ ഫോൾഡിങ്ങിൻ്റെ ഇടയിൽ ഞാനൊരു 20 മിനിറ്റ് ഇൻ്റർവെല്ലാണ് പറയുന്നത്. അതും ഫ്രീസറിലാണ് ഞാൻ വെക്കുന്നത്. ഈ മാവ് എത്ര സമയം തണുപ്പിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മാവ് കൂടുതൽ സ്റ്റിഫായി പോകാനും പാടില്ല, കൂടുതൽ സോഫ്റ്റ് ആയിരിക്കാനും പാടില്ല. ഇങ്ങനെ പരത്തി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് ഫോൾഡ് ചെയ്യാം. ആദ്യം ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 16 × 4 64 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ പപ്സിനുള്ള ഷീറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് പപ്സ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുട്ട പപ്സാണ് തയ്യാറാക്കുന്നത്. അതിനുള്ള മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 2 സവാള കനം കുറച്ച് അരിഞ്ഞുള്ള ചേർക്കാം. 2 or 3 പച്ചമുളകോ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റായിട്ട് കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചും കൂടി ചേർക്കാം. അല്പസമയം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് യോജിപ്പിക്കാം. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഷീറ്റിലേക്ക് ഫില്ല് ചെയ്ത് പപ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ തണുത്ത് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ 8 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും പരത്തിയെടുക്കാം. ഇനി പരത്തിയ ശേഷം ഇതിൻ്റെ വശങ്ങളിൽ നിന്ന് 4 വശത്തുനിന്നും അല്പം മുറിച്ച് മാറ്റണം. ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മുറിച്ച് മാറ്റുന്ന കഷ്ണങ്ങളും ബേക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഖാരി ബിസ്ക്കറ്റൊക്കെ പോലെ. മുട്ട പപ്സ് ആയതുകൊണ്ട് ഈ ഫില്ലിങ് വെച്ച ശേഷം ഇതിനെ കവർ ചെയ്യത്തക്ക രീതിയിൽ ആണ് ഞാനിത് മടക്കിയെടുക്കുന്നത്. ഈ ഒരു ഷീറ്റ് മുഴുവൻ ഒരു പപ്സിനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ ഒരു വശത്ത് ചൂടാറി വന്നിട്ടുള്ള മസാല ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. പുഴുങ്ങിയ മുട്ട മുറിച്ചിട്ടുള്ളത് ഒരു കഷ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. വേറെ എന്തെങ്കിലും ഫില്ലിംഗ് ആണ് വെക്കുന്നതെങ്കിൽ ഈ ഷീറ്റ് 2 ആയിട്ട് മുറിച്ച ശേഷം നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. ഇത് ഞാൻ കുറച്ച് വലിയ പപ്സായിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് തയ്യാറാകുന്ന അത്രയും സമയം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം, ആ ബട്ടർ മെൽറ്റായി പോയിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ മുഴുവൻ ഷീറ്റിലും ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എഗ് വാഷ് കൊടുക്കാം. ഒരു മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് ബേക്ക് ചെയ്യുമ്പോൾ 250 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്യുക. എന്നിട്ട് ചൂട് കുറച്ച് 200 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കിയിട്ട് 14 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. പുറത്തേക്ക് എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ലെയറോടുകൂടി നല്ല കരകരാന്നുള്ള പപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന പപ്സിൻ്റെ ഫോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ബട്ടർ ആയിരിക്കില്ല. മിക്കപ്പോഴും മാർജറിൻ പോലെയുള്ള എന്തെങ്കിലും ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബട്ടർ ഉപയോഗിക്കുമ്പം അതിൻ്റേതായ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, ടെക്സ്ചറിനും വ്യത്യാസമുണ്ട്.
അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്, എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കണേ. ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.